ദുബായിൽ വന്നിട്ട് ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ ആദ്യമായിട്ടൊന്ന് പുറത്തു പോകുന്നത്. സോ ആദ്യം കണ്ട കോലത്തിൽ നിന്ന് നമുക്കൊരു പുറത്തു പോകാൻ പറ്റുന്ന കോലത്തേക്ക് ആക്കിയെടുക്കാം. ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ, പിന്നെ കുറച്ച് സൺസ്ക്രീൻ. ഞാൻ വലിയധികം മേക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, എന്നാലും കുറച്ചൊന്ന് മെനയായിട്ട് പോകണ്ടേ. പിന്നെ ദേ ഈ കോമ്പാക്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഡൺ. അധികമൊന്നും യൂസ് ചെയ്യാറില്ലെങ്കിലും വല്ലപ്പോഴും ഞാൻ ഈ ഐലൈനർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് അത് നിർബന്ധമാണ്, എന്നാലാണ് ഫുള്ളി ഒരു ഫിനിഷ് ടച്ച് വരത്തുള്ളൂ. പിന്നെ ഈ വളഞ്ഞിരിക്കുന്ന മുടികൾ ഒക്കെ ഒന്ന് നേരെയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി ഡൺ. ഈ ഒരു 5 മിനിറ്റ് സംഭവമാണ്. പക്ഷേ ഈ ഒരു സ്ട്രെയിറ്റ് ആക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര ഒരു പുലിയല്ല, എന്നാലും പഠിച്ചല്ലേ പറ്റൂ. ഇവിടെയൊക്കെ നിന്ന് പോകണമെങ്കിൽ കുറച്ച് ലുക്കും മെനയൊക്കെ വേണമെന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഞാൻ റെഡി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ്. ബാക്കിയുള്ളവരെ കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം ടാക്സി പിടിച്ചിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത്. ആൻഡ് അവരൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഭദ്ര ആൻഡ് അതർ വൺ ഇസ് ഹാഷ്ന. സോ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഡേറയിലുള്ള സിറ്റി സെൻറ്ററിലേക്ക് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന സ്ഥലമാണ് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച സ്ഥലം. ഫസ്റ്റ് വന്നത് ജുമേറയുടെ മെട്രോ സ്റ്റേഷനിലായിരുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഞാൻ റൂംമേറ്റ്സ് പറഞ്ഞ ടിക്കറ്റ് എടുക്കുന്നില്ലേ എന്നൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നു. ഇവിടെ നമ്മൾ നോൾ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് അതിൽ നിന്നുള്ള പൈസ പോകുന്നു, അത് നമ്മൾ ടോപ്പപ്പ് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ നാട്ടിലത്തെ മെട്രോ പോലെ തന്നെയായിരുന്നു. പക്ഷേ ആ മെട്രോ സ്റ്റേഷൻ കുറച്ച് ആളില്ലാത്ത മെട്രോ ആയിരുന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പുറത്തൊരു ഡോർ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഫസ്റ്റ് വന്നത് ഡേറ സിറ്റി സെൻറ്ററിലായിരുന്നു. ഹാഫ് പ്രൈസ് കണ്ടപ്പോൾ ഒരു കടയിൽ കയറിയെങ്കിലും അവിടുത്തെ ഹാഫ് പ്രൈസും നമ്മുടെ മനസ്സിലുള്ള പ്രൈസും ഒത്തുപോകാത്ത കാരണം പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെയുള്ള എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളിലും കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോന്നല്ലാണ്ട് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു, എന്നാലും കാണാൻ കൊള്ളാം. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ല, സ്റ്റിൽ. പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുത്തെ ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിച്ചു. എടാ, ഇവള് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നെടാ. ഈ മസാല ചാട്ടാണെങ്കിലും മൈസൂരി മസാല ദോശ ആണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനും ഹാഷിനെ ഓർഡർ ചെയ്ത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഒന്ന് വെറൈറ്റി പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ സംഗതി ഒത്തില്ല. ഈ സ്റ്റിക്കി റൈസ് ഒന്നും നമുക്ക് കഴിച്ചാൽ പിടിക്കില്ലടോ. ലാസ്റ്റ് ഞാൻ ഒരുമാതിരി ചോറ് കൂട്ടി കഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്കറിയാതെ ഇങ്ങനെയല്ല കഴിക്കണ്ടേന്നു. പിന്നെ നമ്മളൊന്നും നോക്കില്ല. അടുത്തത് അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ഡേ ടു ഡേയിൽ പോയി ആരോ പറഞ്ഞു ഇവിടെ കുറേ നല്ല ഡ്രസ്സ് ഉണ്ടെന്ന്. ഡ്രസ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് പറ്റുന്നതല്ലായിരുന്നു. ആൻഡ് അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി അടുത്ത പോകാൻ പോകുന്ന സ്ഥലമാണ്. അടിപൊളി. അത് പക്ഷെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.